ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യുന്ന ഒരു ഡെക്കറേറ്റിംഗ് പീസാണ്. ഞാനതിനായിട്ട് ഇതുപോലത്തെ ഗിൽറ്റ് ഫോമാണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു ഷീറ്റ്. ഞാനിപ്പം ഇവിടെ എടുത്തിരിക്കുന്നത് റെഡ് കളറിലെ ഫോം ഷീറ്റാണ്. നമുക്ക് ഇതുപോലത്തെ ഒരു പീസ് നമുക്ക് വെട്ടിയെടുക്കണം. ഇത് 15 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ നീളം. എൻ്റെ വീതി 3 സെൻറ്റിമീറ്ററാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 0.5 വെച്ചിട്ട് ഞാനിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 6 പീസ് കിട്ടും ഇങ്ങനെ. ഇതിൻ്റെ 2 സൈഡും അതുപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിങ്ങനെ ഓരോ ഇതായിട്ട് വെട്ടിയെടുക്കാം. ഇതുപോലെ 2 കളറ് ഗോൾഡും റെഡും ഞാൻ എടുത്തിട്ടുണ്ട്. 6 പീസ് വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു സ്ക്വയർ പീസ് വെട്ടിയെടുക്കണം. 6 സെൻറ്റിമീറ്ററാണ് ഈ സ്ക്വയർ. 6 സെൻറ്റിമീറ്റർ വെച്ചിട്ടാണ് ഞാൻ ഈ സ്ക്വയർ പീസ് വെട്ടിയെടുത്തിരിക്കുന്നത്. നമുക്കിനി 0.5 വെച്ചിട്ട് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കാം. ഈ സൈഡിലാണ് ഇതുപോലെ മാർക്ക് ചെയ്യേണ്ടത്. 2 സൈഡിലും 0.5 വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് അതുപോലെ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാനായിട്ടാണ് ഞാൻ ഇപ്പുറത്തെ സൈഡിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കാണിച്ചത്. ഇനി നമുക്ക് ഒരു സെൻറ്റിമീറ്റർ ഉള്ള ഒരു ചെറിയ പേപ്പർ 6 സെൻറ്റിമീറ്റർ നീളം വെച്ചിട്ടൊരെണ്ണം വെട്ടിയെടുക്കണം. ഇനി നമുക്ക് ഗ്ലൂ തേച്ചിട്ട് ഇനിയും ഈ പീസ് നമുക്ക് ഇവിടെ ഇതിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും. നമുക്ക് അടുത്ത സൈഡും ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ തിരിച്ച് ഒട്ടിച്ചെടുക്കും. ഇതുപോലെ കിട്ടും നമ്മൾ ഒട്ടിച്ചെടുത്ത പീസ്. ഇനി നമുക്ക് അതിൻ്റെ ആ ജോയിൻ്റ് ആക്കിയ ഭാഗത്ത് ആദ്യമേ ആ 0.5ൻ്റെ അവിടെ മാർക്ക് ചെയ്തെടുത്ത് നമുക്ക് ആദ്യത്തെ നമ്മൾ വെട്ടിവെച്ചിരിക്കുന്ന പീസ് ഒട്ടിച്ചു കൊടുക്കാം. ഫസ്റ്റ് യെല്ലോ കളർ ഒട്ടിച്ചു കൊടുക്കാം. ഇനി അതിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ടാണ് നമ്മൾ ഇതുപോലെ ഗം തേച്ചിട്ട് അടുത്ത റെഡ് കളർ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇതുപോലെ ഓരോ കളറ് മാറി മാറി നമുക്ക് ഒട്ടിച്ചെടുക്കാം.
ഇനി ഇത് ഫുള്ളായിട്ട് ഇതുപോലെ ഒട്ടിച്ചു. ഇതുപോലെ നമ്മളെല്ലാം ഒട്ടിച്ചെടുത്തു. 12 പീസും ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ആ ജോയിൻ ചെയ്ത ആ ഭാഗത്തും തന്നെ ഫസ്റ്റ് ആദ്യമേ നമ്മൾ ഒട്ടിച്ച ആ പീസ് എടുത്തിട്ട് ആ ജോയിൻറ്റിൻ്റെ ഈ ഭാഗത്ത് ഞാൻ തിരിച്ചെടുത്ത് നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുവന്ന് ഒട്ടിക്കണം. താഴെ ഈ സൈഡിൽ ഒട്ടിച്ചെടുക്കണം. ആദ്യമേ നമ്മൾ ഒട്ടിച്ച ആ പീസ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കും. പിന്നെ നമ്മൾ ഫ്രണ്ടിലോട്ടാണ് പിന്നെയും ഒട്ടിച്ചൊട്ടിച്ച് പോകേണ്ടത്. അടുത്ത കളറ് റെഡ് കളറ് എടുത്ത് ഒട്ടിക്കും. ഇങ്ങനെ ഫുള്ളായിട്ട് ഒട്ടിച്ചു പോകണം. ഇനി നമുക്ക് യെല്ലോ എടുത്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ മുഴുവനും ഒട്ടിച്ചെടുക്കാം. നമ്മളെല്ലാം ഒട്ടിച്ചെടുത്തു. ഇതുപോലെ കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു പീസ് വെച്ച് കൊടുക്കണം. അതിനായിട്ട് ഞാൻ 2 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ചെറിയ പീസാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ നീളം 8 സെൻറ്റിമീറ്ററാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇങ്ങനെ മടക്കി ഇതിൻ്റെ സെൻറ്ററിൽ ഗം തേച്ചിട്ട് മടക്കി ഒട്ടിച്ചു കൊടുക്കും. ഇങ്ങനെ ഒട്ടിച്ചെടുക്കും. ഞാനിവിടെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ഒട്ടിച്ചെടുക്കണം. ഇനി ഇത് ഹാങ് ചെയ്തിടാനായിട്ട് ഒരു നൂല്, ഞാനിതിവിടെ വൂളൻ നൂലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോൾഡ് കളറിലെയും സിൽവർ കളറിലെയും ഒക്കെ നൂല് കിട്ടും വാങ്ങിക്കാൻ. അത് വെച്ചിട്ട് ഇതുപോലെ ഗം തേച്ച് ഒട്ടിച്ചിടും. എന്നിട്ടിത് ഇങ്ങനെ ചുറ്റി ഇവിടെ ഗം തേച്ചിട്ട് ചുറ്റി ഒട്ടിച്ചു കൊണ്ടുവരണം. ഞാനിവിടെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഒട്ടിച്ചെടുക്കണം. ഇനി നമുക്ക് ഇത് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് അതിൻ്റെ അകത്തായിട്ട് പശ തേച്ചിട്ട് നമുക്കിതുപോലെ ഇത് താഴോട്ട് ഇറക്കി ഒട്ടിച്ചു കൊടുക്കും. ഇതുപോലെ ഒട്ടിച്ചെടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ലേസ് എന്തെങ്കിലും വെച്ച് കൊടുക്കാം. ബീഡ്സോ ലേസോ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ബാക്ക് സൈഡിലും നമുക്കിതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ കിട്ടും. ഞാനിവിടെ ഒരു ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിലും വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. ഇനി ഒരു പുതിയ വീഡിയോയുമായിട്ട് ഞാൻ വരാം. താങ്ക് യു.